നമ്മുടെ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പോട്ട്സ് ഒരു കാരണവശാലും നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇടാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഇതൊരു ആർട്ടിഫിഷ്യൽ സ്റ്റോൺ ആണ്, അതിൽ കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വൈബ്രന്റ് ലുക്ക് കിട്ടുന്നത് തന്നെ കളേഴ്സിൽ നിന്നാണ്. ആ കളറുകൾ എന്ത് പറ്റും? ഫെയ്ഡ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാരണവശാലും ഇത് സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ വെയിൽ ധാരാളമുള്ള ഒരുപാട് ഓപ്പൺ ഏരിയ കിച്ചണിലോ ഒന്നും യൂസ് ചെയ്യരുത് നമ്മൾ പറയുന്നത്. അത് എന്ത് സംഭവിക്കും എന്നുള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഷോറൂമിൽ ഇരുന്ന സ്ലാബ് തന്നെ വെയിലടിച്ചപ്പോൾ ഈ ഭാഗം ഇത്രയും മങ്ങിപ്പോയി. ഇവിടെ ഇത്രയും ഇപ്പോഴും ആ കറക്റ്റ് ആയിട്ടുള്ള റെഡ് കളർ ഉണ്ടെങ്കിൽ മുകൾ ഭാഗം കംപ്ലീറ്റ് ഫെയ്ഡ് ആയിപ്പോയി. ഇതാണ് യഥാർത്ഥത്തിൽ വെയിലടിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന പ്രശ്നം. അതുകൊണ്ടാണ് കോട്ട്സ് എപ്പോഴും കിച്ചണിനകത്തോ അല്ലെങ്കിൽ സ്റ്റെപ്പിന്റെ റൈസറായിട്ടോ ഒക്കെ കൊടുക്കാം. ഓഫീസ് ഏരിയകൾക്കുള്ളിൽ ടേബിൾ ടോപ്പ് ആയിട്ട് കൊടുക്കാം. ഒക്കെ പോസിബിൾ ആണ്. പക്ഷെ ഒരിക്കലും ധാരാളം വെയിലടിക്കുന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പോട്ട്സ് ഒരു കാരണവശാലും നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇടാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഇതൊരു ആർട്ടിഫിഷ്യൽ സ്റ്റോൺ ആണ്, അതിൽ കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വൈബ്രന്റ് ലുക്ക് കിട്ടുന്നത് തന്നെ കളേഴ്സിൽ നിന്നാണ്. ആ കളറുകൾ എന്ത് പറ്റും? ഫെയ്ഡ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാരണവശാലും ഇത് സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ വെയിൽ ധാരാളമുള്ള ഒരുപാട് ഓപ്പൺ ഏരിയ കിച്ചണിലോ ഒന്നും യൂസ് ചെയ്യരുത് നമ്മൾ പറയുന്നത്. അത് എന്ത് സംഭവിക്കും എന്നുള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഷോറൂമിൽ ഇരുന്ന സ്ലാബ് തന്നെ വെയിലടിച്ചപ്പോൾ ഈ ഭാഗം ഇത്രയും മങ്ങിപ്പോയി. ഇവിടെ ഇത്രയും ഇപ്പോഴും ആ കറക്റ്റ് ആയിട്ടുള്ള റെഡ് കളർ ഉണ്ടെങ്കിൽ മുകൾ ഭാഗം കംപ്ലീറ്റ് ഫെയ്ഡ് ആയിപ്പോയി. ഇതാണ് യഥാർത്ഥത്തിൽ വെയിലടിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന പ്രശ്നം. അതുകൊണ്ടാണ് കോട്ട്സ് എപ്പോഴും കിച്ചണിനകത്തോ അല്ലെങ്കിൽ സ്റ്റെപ്പിന്റെ റൈസറായിട്ടോ ഒക്കെ കൊടുക്കാം. ഓഫീസ് ഏരിയകൾക്കുള്ളിൽ ടേബിൾ ടോപ്പ് ആയിട്ട് കൊടുക്കാം. ഒക്കെ പോസിബിൾ ആണ്. പക്ഷെ ഒരിക്കലും ധാരാളം വെയിലടിക്കുന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല.